നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതി റെയ്ഡ് ചെയ്ത ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 7 CPM പ്രവർത്തകർക്ക് ജാമ്യം. ഹൈക്കോടതിയാണ് ഇപ്പോൾ ഇവർക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്. 11 പേരാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഇതിൽ 7 പേരുടെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ഇതിൽ 7 പേർക്കും ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. കോടതി ജാമ്യം അനുവദിച്ചത് കേസിൻ്റെ മെറിറ്റിലേക്ക് കടക്കാതെയാണ്. ഇ.ഡിയുടെ അഭിഭാഷകരും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും അതിശക്തമായി തന്നെ ജാമ്യാപേക്ഷയെ എതിർത്തിരുന്നതാണ്. പക്ഷേ കോടതി ഏതാനും ചില ഘടകങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഈ കേസിൽ ജാമ്യം അനുവദിക്കുകയായിരുന്നു. അതായത് അതീവ ഗുരുതരമായിട്ടുള്ള കേസ് തന്നെയാണ്, ഗൗരവമായിട്ടുള്ള കേസ് തന്നെയാണ് ഇവർക്ക് മേലുള്ളത് എന്ന് കോടതി വിലയിരുത്തി. പക്ഷേ ഈ കേസിൽ 67 ദിവസം പ്രതികൾ ജയിലിൽ കിടന്നു. മാത്രമല്ല ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് അവസാനിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഇവരുടെ റിക്കവറി, അതായത് ഈ ആയുധങ്ങൾ, ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ മറ്റും റിക്കവറി ചെയ്തിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പൂർണ്ണമായും പൂർത്തിയായി. പിന്നെന്തിനാണ് പ്രതികളെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നത് എന്നാണ് കോടതി ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കുകയായിരുന്നു ഹൈക്കോടതി. നേരത്തെ തിരുവനന്തപുരം കോടതിയിലും ഇത്തരത്തിൽ ജാമ്യാപേക്ഷ പ്രതികൾ നൽകിയിരുന്നതാണ്. എന്നാൽ അതീവ ഗുരുതരമായ അല്ലെങ്കിൽ അതീവ ഗൗരവ സ്വഭാവമുള്ള കേസാണ് ഇത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതി ജാമ്യാപേക്ഷ തള്ളുകയാണ് ചെയ്തത്. അതായത് കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരെയാണ് അവരുടെ ദൗത്യം നടക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി നടക്കുന്നതിനിടയിൽ ആക്രമിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച 3 വാഹനങ്ങൾ, ആ വാഹനങ്ങൾ പൂർണ്ണമായും തകർത്തു. ഈ വാഹനങ്ങൾ കല്ലും കട്ടയും ഉപയോഗിച്ച് ആക്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു. ഈ ദൃശ്യങ്ങളടക്കം കോടതി പരിശോധിച്ചു. അതിനുശേഷമാണ് അതീവ ഗൗരവ സ്വഭാവമുള്ള കുറ്റകൃത്യമാണ് പ്രതികൾ നടത്തിയിരിക്കുന്നതെന്നും ഈ കേസിൽ ജാമ്യം നൽകുന്നത് അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞ് തിരുവനന്തപുരം സെഷൻസ് കോടതി ഇവർക്ക് ജാമ്യം നിഷേധിച്ചിരുന്നത്. പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതിയാണ് ഇപ്പോൾ ഈ പ്രതികൾക്ക് ജാമ്യം നൽകിയിരുന്നത്. ഈ കേസിൽ ഒരു പ്രതിക്ക് നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. ആ ജാമ്യം നൽകിയത് തന്നെ പ്രോസിക്യൂഷൻ്റെ വീഴ്ചയാണ് എന്ന് പോലീസും അതുപോലെ തന്നെ അന്വേഷണ സംഘവുമെല്ലാം വിലയിരുത്തിയിരുന്നതാണ്. എന്നാൽ തൊട്ടു പിന്നാലെ പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്ന് ഇവർക്ക് ജാമ്യം ലഭിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. കേസിൻ്റെ ഗൗരവ സ്വഭാവത്തെക്കുറിച്ച് ഹൈക്കോടതി എടുത്തു പറയുന്നുണ്ട് എന്നുള്ളത് നിർണായകമാണ്. ഹൈക്കോടതിയും കീഴ്ക്കോടതിയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരെയാണ് ആക്രമിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ആക്രമിച്ച കേസിൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി. അതുകൊണ്ട് തന്നെ വിചാരണ ഘട്ടത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. ഈ സമയത്ത് ജാമ്യം അനുവദിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് ജാമ്യം നൽകുന്നു. ഉപാധികളോടുകൂടി, കർശന വ്യവസ്ഥകളോടുകൂടിയാണ് പ്രതികൾക്ക് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. ഇ.ഡിയുടെ അഭിഭാഷകർ ഈ കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് ശക്തമായി ജാമ്യാപേക്ഷയെ എതിർത്തിരുന്നതാണ്. ഈ കേസിൽ ഗൗരവകരമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് ഇ.ഡി കോടതിയിൽ വാദിച്ചത്. അതായത് ഇത് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളവരെല്ലാം CPMൻ്റെ സാധാരണ പ്രവർത്തകർ മാത്രമാണ്. ഇവരാണ് ആക്രമിച്ചതെങ്കിലും ഇങ്ങനെയൊരു ആക്രമണം അഴിച്ചുവിട്ടതിനു പിന്നിൽ, ആക്രമണത്തിന് ആഹ്വാനം ചെയ്തതിനു പിന്നിൽ ഉന്നത നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ടുള്ള ഒരു ഗൂഢാലോചനയുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വസതിയിൽ എക്സാലോജിക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടാണ് ഈ റെയ്ഡ് നടത്തിയത്. ഈ എക്സാലോജിക് CMRL മാസപ്പടി കേസിൽ പ്രധാന പ്രതിയാണ് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ. വീണ വിജയൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വസതി, അതായത് പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതി അടക്കം റെയ്ഡ് നടത്തിയത്. ആ റെയ്ഡിന് ശേഷമാണ് പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ചത്. അതിരാവിലെയാണ് റെയ്ഡ് ആരംഭിച്ചത്. അതിനുശേഷം CPM സംസ്ഥാന നേതാക്കളടക്കം ഈ വസതിക്ക് മുന്നിൽ എത്തിയിരുന്നു. ഇവരുടെ ആഹ്വാനപ്രകാരമാണ് വൻ ജനക്കൂട്ടം CPM പ്രവർത്തകർ അവിടെ എത്തിയത്. ഇവരുടെ ആഹ്വാനപ്രകാരവും ഗൂഢാലോചന പ്രകാരവുമാണ് പ്രവർത്തകർ ഇ.ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് എന്നാണ് ഇ.ഡി ഹൈക്കോടതിയിൽ വാദിച്ചത്. അതുകൊണ്ട് തന്നെ ഗൂഢാലോചന അടക്കമുള്ള തെളിവുകൾ അല്ലെങ്കിൽ ഗൂഢാലോചന അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെടേണ്ടതുണ്ട്. പ്രതികളെ അതുകൊണ്ട് പുറത്തുവിടാൻ പാടില്ല എന്നാണ് ഇപ്പോൾ ഇ.ഡി കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. അതേസമയം ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്നാണ് ആഭ്യന്തര വകുപ്പിൻ്റെ അഭിപ്രായം. അതായത് പോലീസ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. ആ അന്വേഷണ സംഘം ഈ പറയുന്ന കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതികളെ
കസ്റ്റഡിയിലെടുത്ത് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം അവരുടെ ഫോൺ രേഖകളും മറ്റും പരിശോധിച്ചിട്ടുണ്ട്. ഈ തെളിവുകളിലൊന്നും ഈ ഗൂഢാലോചന നടന്ന അല്ലെങ്കിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ആരെങ്കിലും ഈ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തതായി തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ആഭ്യന്തര വകുപ്പ് പറഞ്ഞിരുന്നത്. ഈ രീതിയിലാണ് കേസ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസ് ഇപ്പോൾ ജാമ്യം നൽകാവുന്ന അവസ്ഥയിലാണ് എന്ന് ഹൈക്കോടതി തീരുമാനിക്കുകയായിരുന്നു. അതായത് കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് CPM കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് EDയുടെ അന്വേഷണ സംഘം പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വീണ വിജയനുമായി ബന്ധപ്പെട്ട നിരവധി കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടന്നത്. ഈ CMRL എക്സാലോജിക് കേസിൽ EDക്ക് അന്വേഷണത്തിന് അല്ലെങ്കിൽ അന്വേഷണം നടത്താൻ അധികാരമില്ല എന്ന് പറഞ്ഞ് പ്രതിസ്ഥാനത്തുള്ളവർ നിയമ നടപടികൾ നടത്തിയിരുന്നു. അവർ കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ആ ഹർജിയിന്മേൽ വാദം കേട്ട ശേഷമാണ് ഹൈക്കോടതിയാണ് EDക്ക് അനുകൂലമായ വിധി പ്രസ്താവിച്ചത്. അതിനുശേഷമാണ് 2 വർഷം നീണ്ടുനിന്ന നിയമവ്യവഹാരങ്ങൾക്ക് ശേഷമാണ് ED ഈ കേസ് അന്വേഷണം ആരംഭിച്ചത്. നേരത്തെ ECIR രജിസ്റ്റർ ചെയ്തത് 2024 2 വർഷത്തിന് ശേഷം ED തുടർ അന്വേഷണം തുടർ നടപടിക്രമങ്ങളിലേക്ക് പോവുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ റെയ്ഡുകൾ നടത്തി. വീണ വിജയനുമായി ബന്ധമുള്ള വീടുകളിലാണ് റെയ്ഡുകൾ നടത്തിയത്. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീട്, മുൻമന്ത്രിയും വീണയുടെ ഭർത്താവുമായ മുഹമ്മദ് റിയാസിന്റെ കുടുംബ വീട്, കോഴിക്കോട്ടെ കുടുംബ വീടടക്കം പരിശോധനയ്ക്ക് വിധേയമായി എന്നുള്ളതാണ്. ഈ റെയ്ഡിനെതിരെയാണ് അന്ന് CPM പ്രവർത്തകർ സംഘടിച്ചെത്തി വലിയ പ്രതിഷേധം കേരളം ഒട്ടുക്കും നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിക്ക് മുന്നിലും വൻ ജനക്കൂട്ടം കൂടിയത്. ഇതെല്ലാം CPM പ്രവർത്തകരായിരുന്നു. പിന്നീട് ED സംഘം ഈ അന്വേഷണം പൂർത്തിയാക്കി പരിശോധന പൂർത്തിയാക്കി മടങ്ങാനൊരുങ്ങുമ്പോൾ അവരുടെ വാഹനങ്ങൾ തകർക്കുകയും അവരെ പരിക്കേൽപ്പിക്കുകയും കല്ലുപയോഗിച്ച് അടിച്ചു പരിക്കേൽപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് ഈ പറയുന്ന CPM പ്രവർത്തകർക്കെതിരെ ചുമത്തിയിരുന്നത്. അതിനുശേഷം ഈ കേസിൽ ഒരു അന്വേഷണം ഉണ്ടാകുന്നു. ആ അന്വേഷണത്തിൽ തൃപ്തരല്ല എന്ന് ED കേരള പോലീസിന് കത്ത് നൽകുന്നു. അതിനുശേഷമാണ് SIT രൂപീകരിച്ചിരിക്കുന്നത്. ഈ SIT ഈ EDയുടെ ഗൂഢാലോചന സിദ്ധാന്തം തള്ളിക്കളയുകയാണ്. പക്ഷേ ED പറയുന്നത് അങ്ങനെയല്ല. കാരണം നേതാക്കൾ ഈ ഫോണിലൂടെയും മറ്റുമല്ല ഇത്തരത്തിൽ സംവദിച്ചിട്ടുള്ളത്. കാരണം അതിരാവിലെ മുതൽ വൈകുന്നേരം വരെ നേതാക്കന്മാരും അണികളുമെല്ലാം ഒരിടത്തുണ്ടായിരുന്നു. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് അണികൾക്ക് പ്രചോദനമായി മാറിയത്. അവർ നേരിട്ട് അവിടെ ഗൂഢാലോചന നടത്തി. അതിനുശേഷമാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് ED സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഇതിന് പിന്നിലെ ഗൂഢാലോചന കുറ്റം തെളിയിക്കുക എന്ന് പറഞ്ഞാൽ അല്പം പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ കേരള പോലീസ് ഇതിൽ തെളിവില്ല എന്ന് പറഞ്ഞ് ഫോൺ രേഖകളൊന്നുമില്ല, ആരെങ്കിലും ഒരു മെസ്സേജെങ്കിലും ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കണം അല്ലെങ്കിൽ ആക്രമിക്കാനുള്ള ആഹ്വാനം നൽകി വന്നിരുന്നുവെങ്കിൽ തീർച്ചയായും ഗൂഢാലോചന അത് തെളിയിക്കാമായിരുന്നു എന്നാണ് പോലീസിൻ്റെ പക്ഷം. പക്ഷേ ഈ കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ED അതിന് തൊട്ടു പിന്നാലെ തന്നെയുണ്ട്. ED ഈ ഒരു ഗൂഢാലോചന സിദ്ധാന്തം ആവർത്തിച്ചു പറയുകയാണ്. അതുകൊണ്ട് തന്നെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഹൈക്കോടതി വിധിക്കെതിരെ ED അപ്പീൽ പോകാനുള്ള സാധ്യതയും പരിഗണിക്കുന്നുണ്ട്. എന്തായാലും ഈ മാസപ്പടി കേസ് അതിവേഗം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വീണ വിജയനെ ഈ പരിശോധനകൾക്ക് ശേഷം നിരവധി തവണ ചോദ്യം ചെയ്തു. അതിനുശേഷം CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. CMRL ഉദ്യോഗസ്ഥരും CMRLന്റെ MD ശശിധരൻ കർത്തെ അടക്കം നൽകിയ മൊഴികൾ അത് വീണയ്ക്കും പിണറായി വിജയനും എതിരാണ് എന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി വീണ വിജയനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്താനോ ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അറസ്റ്റും പ്രതീക്ഷിക്കാം. ഈ രീതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് പ്രതികൾക്ക് EDയെ ആക്രമിച്ച പ്രതികൾക്ക് ജാമ്യം നൽകിക്കൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നതും.